ആസ് യൂഷ്വൽ എല്ലാ ദിവസവും പായസത്തോട് കൂടിയ സദ്യ ആയിരിക്കും. 10 കൂട്ടം വിഭവങ്ങളുണ്ടായിരിക്കും. ഇന്ന് രാവിലെ പുട്ടും കടലയായിരുന്നു. നാളെ രാവിലെ ഇഡ്ഡലിയാണ്. മറ്റന്നാളത്തെ നാളെ പറയാം. അല്ല, ഇത് നമ്മളൊരു 4000 പേർക്ക് ഒരു തവണ. പഴയടത്തിൻ്റെ കൂടെ എത്ര കാലമായി? പഴയടത്തിൻ്റെ കൂടെ 22 വർഷമായി. നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതിഗംഭീരമായ തുടക്കം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് മറുനാടൻ നിൽക്കുന്നത്. കാരണം ഇവിടെയാണ് പഴയടത്തിൻ്റെ ഭക്ഷണപ്പുര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ തകൃതിയായി ഉച്ച ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്ക് കാണുവാൻ സാധിക്കും, ഇല മുതൽ പേപ്പർ വരെയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും NSS വളണ്ടിയേഴ്സും ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ അതിനുള്ള ഉച്ചഭക്ഷണത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, പഴയിടം ഇവിടെ ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചോറ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അതേസമയം അപ്പുറത്തെ വശത്ത് സാമ്പാർ ഉൾപ്പെടെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ, അതുകൂടാതെ മോര്, ഇത്തരത്തിലുള്ള പായസം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിരവധി തൊഴിലാളികളാണ് പഴയടത്തിൻ്റെ കൂടെ ഈ ഒരു രുചി കലവറയിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ല തിരക്കിലാണ്. എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയിടത്തിൻ്റെ രുചിപ്പെരുമ തന്നെയാണ്. പാലട പ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ എല്ലാം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അവിയൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പഴയിടത്തിൻ്റെ കൂടെ ഒരുപാട് വർഷത്തിലധികം അതായത് 20 വർഷത്തിലധികം ജോലി ചെയ്യുന്ന നിരവധി ആളുകളെല്ലാം തന്നെ ഇവിടെ പാചകത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വിഭവങ്ങൾ എന്തെല്ലാം ആണ് എന്നെല്ലാം തന്നെ നമ്മളോട് പഴയിടം തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നതാണ്. ചേട്ടാ, ഈ കലോത്സവത്തിന് എന്തെങ്കിലും പ്രത്യേക വിഭവങ്ങൾ? ഒന്നുമില്ല. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും പായസത്തോട് കൂടിയ സദ്യ ആയിരിക്കും. 10 കൂട്ടം വിഭവങ്ങളുണ്ടായിരിക്കും. ഇന്ന് രാവിലെ പുട്ടും കടലയായിരുന്നു. നാളെ രാവിലെ ഇഡ്ഡലിയാണ്. മറ്റന്നാളത്തെ നാളെ പറയാം. എല്ലാം ഷെഡ്യൂൾഡ് ആണ്. അതെ. 2006 സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ പഴയിടം മോഹൻ നമ്പൂതിരിയും കൂട്ടരുമാണ് ഭക്ഷണപ്പുരയുടെ ചുമതല വഹിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് 14 തവണയും സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് 15 തവണയും പഴയിടം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണപ്പുരയിൽ ദിവസവും 40,000 പേർക്ക് ഭക്ഷണമൊരുക്കും. രാത്രിയിലെ അത്താഴം മുതൽ ഭക്ഷണശാല പ്രവർത്തന സജ്ജമായിരിക്കും. 3 നേരവും ഭക്ഷണമുണ്ടാകും. 10,000 പേർക്ക് പ്രഭാത ഭക്ഷണവും 20,000 പേർക്ക് ഉച്ചഭക്ഷണവും 10,000 പേർക്കുള്ള അത്താഴവും ഭക്ഷണപ്പുരയിൽ തയ്യാറാക്കും. 3 നേരവും ഇലയിലാണ് ഭക്ഷണം നൽകുന്നത്. വ്യത്യസ്തമായ പ്രഭാത ഭക്ഷണമാണ് ഓരോ ദിവസവും നൽകുക. ഉച്ചയ്ക്കുള്ള സദ്യയ്ക്ക് 12 കറികളും പായസവുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ സമാഹരിച്ച ഭക്ഷ്യ വിഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഭക്ഷണപ്പുരയിൽ എത്തിച്ചിട്ടുണ്ട്. ഭക്ഷണപ്പുരയുടെ സജ്ജീകരണങ്ങളിൽ പൂർണ്ണമായും തൃപ്തനാണ് പഴയിടം. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രുചികളാവും ഉണ്ടാവുക. അതിനായി നല്ലൊരു മെനുവും ഒരുക്കിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് മനസ്സിന് തൃപ്തിയുള്ള നല്ല ഭക്ഷണം നൽകണമെന്ന കടമ നിർവഹിക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ് പഴയിടവും ഉള്ളത്. പുത്തരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയിട്ടുള്ള നെയ്യാർ പന്തലിൽ ഒരേ സമയം 4000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. 200 പേർക്ക് ഇരിക്കാവുന്ന 20 നിരകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ ഉൾപ്പെടെ 350 പേർ ഭക്ഷണം വിളമ്പാനുണ്ട്. അധ്യാപക സംഘടനകളായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പൊതു ചുമതല. എന്തായാലും പഴയിടം ഈ ഭക്ഷണപ്പുരയിൽ നല്ല തിരക്കിലാണ്. നമ്മളോട് 2 വാക്ക് മാത്രമേ അദ്ദേഹം സംസാരിച്ചുള്ളൂ. എന്തായാലും ഒരേ സമയം 4000 പേർക്കാണ് ഈ ഒരു പുത്തരിക്കണ്ടം മൈതാനത്ത് ഭക്ഷണം വിളമ്പുവാൻ സാധിക്കുക. ഓരോ ദിവസവും ഓരോ മെനുകളാണ് ഉള്ളത്. ഇന്ന് രാവിലെ പുട്ടും കടലയുമായിരുന്നു. എന്തായാലും ഉച്ചഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും രുചികരമായ ഭക്ഷണം വിളമ്പാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പഴയിടവും ഈ ഭക്ഷണപ്പുരയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.